നാലുവരിപ്പാതയായി വിഭാവനം ചെയ്തിട്ടുള്ള നിർദ്ദിഷ്ട ഭരണിക്കാവ് മുണ്ടക്കയം 183A ദേശീയപാതയ്ക്ക് എരുമേലി മുണ്ടക്കയം റൂട്ടിൽ ഉൾപ്പെടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനമായി. പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞ ദിവസമാണ് അധികാരികൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പാത എരുമേലി റൂട്ടിൽ എത്തുന്നത് പമ്പ ശബരിമല റോഡിലെ ഇലവുങ്കലിൽ നിന്നാണ്. ഇവിടെ നിന്നും കണമല വഴി എഴുത്താപ്പുഴയിലും മുക്കൂട്ടുതറ ടൗൺ ഒഴിവാക്കി MES ജംഗ്ഷൻ പ്രപ്പോസ് വഴി പേരൂർത്തോടെത്തി മുണ്ടക്കയം റോഡിൽ പ്രവേശിച്ച മഞ്ഞളരുവി കണ്ണിമല വഴി മുണ്ടക്കയത്ത് എത്തും വിധമാണ് റൂട്ട്. നേരത്തെ കണമലയിൽ നിന്നും മൂക്കാൻപെട്ടി, കാളകെട്ടി, കുഴിമാവ്, കോഴിത്തോട്, മടുക്ക വഴി മുണ്ടക്കയത്തേക്ക് എത്തുന്ന റൂട്ട് പരിഗണിച്ചിരുന്നു. കണമല എഴുത്താപ്പുഴ ഭാഗം ദേശീയപാതയുടെ അംഗീകൃത ഗ്രേഡിന്റെ പ്രകാരം ചെയ്യുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടെന്ന കാരണം ഉയർത്തിയാണ് കോഴിത്തോട് വഴിയുള്ള റൂട്ട് തെരഞ്ഞെടുത്തെങ്കിലും ഇത് പിന്നീട് ഒഴിവാക്കിയത്. നിർദ്ദിഷ്ട പാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുവാൻ നടപടികളാണ് ഇനി ആരംഭിക്കേണ്ടത്. നിലവിൽ പാതയുടെ നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് അംഗീകരിച്ച് 2600 കോടി രൂപ അനുവദിച്ചതിന് പുറമെ ഡൽഹിയിലെ സ്റ്റെപ്പ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകിയിട്ടുണ്ട്. കണമല വഴി നിർദ്ദിഷ്ട പാതയെത്തുന്നതോടെ കണ്ണിമല എസ് വളവിൽ സ്ഥലം ഏറ്റെടുത്ത വളവ് മാറ്റി പുതിയ റോഡ് നിർമ്മിക്കുവാനാണ് രൂപരേഖയിലെ നിർദ്ദേശം. നിലവിൽ ഈ വളവിൽ അപകടങ്ങൾ കുറയ്ക്കുവാൻ താൽക്കാലികമായി കരിങ്കല്ലുകൊണ്ട് സംരക്ഷണ ഭിത്തിയും ക്രാഷ് ബാരിയർ സ്ഥാപിക്കലും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഈ വളവിൽ സമാന്തര റോഡ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യം ഉയർത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നും തുടങ്ങി പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൂടെയാണ് നിർദ്ദിഷ്ട ഭരണിക്കാവ് മുണ്ടക്കയം 183A ദേശീയപാതയുടെ റൂട്ട്. മൊത്തം 119 കിലോമീറ്ററാണ് പാതയുടെ ആകെ ദൂരമായി നിശ്ചയിച്ചിട്ടുള്ളത്. 24 മീറ്ററാണ് വീതി. എരുമേലി ടൗൺ, മുക്കൂട്ടുതറ ടൗൺ എന്നിവ വീതി കൂട്ടുവാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് റൂട്ടിൽ നിന്നും നേരത്തെ ഒഴിവാക്കിയിരുന്നു. ശബരിമല സീസണിൽ ദിവസങ്ങളോളം തീർത്ഥാടന വാഹനങ്ങൾ റോഡിൽ ഗതാഗത സ്തംഭനത്തിലായ മുൻവർഷങ്ങളിലെ സ്ഥിതി നിർദ്ദിഷ്ട പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഒഴിവാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി.